ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇത് വൈറ്റ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പയറും ബീൻസും എല്ലാം എന്താണ്ടോ ഞാൻ കമ്പൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്പിൻ്റെ മേളിൽ കയറാറായതുണ്ട്. അപ്പോൾ ഈ വലയിലേക്ക് ഒരു വള്ളിയൊക്കെ പാകി കൊടുത്താൽ അങ്ങനെ കയറിക്കോളില്ലേ. അപ്പോൾ ഇന്നത്തെ പണി അതാ കേട്ടോ. എന്താ പയറും ബീൻസും നിത്യവഴുതനയും എല്ലാം ഉണ്ട്. എന്താ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ട്. എള്ള് കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ വലയിരുന്ന കെട്ടിയായിരുന്നാണ്, അത് അഴിച്ചില്ല. അപ്പോൾ അതങ്ങ് വള്ളി പാകി കൊടുത്താലും പെട്ടെന്ന് കയറി. ബീൻസ് പെട്ടെന്ന് കയറി കായ്ക്കണയാണ്, ഒരു താമസമൊന്നുമില്ല. 2 ആഴ്ചയോടുകൂടി പോയിട്ട് കായ ഉണ്ടാകാൻ തുടങ്ങും. ഇങ്ങനെയാണ് കെട്ടിക്കൊടുക്കും. പൊന്നും എന്തേടാ ഞാനതിലൊരു കോള് വള്ളി ഇങ്ങനത്തെ വാങ്ങിച്ചു. നമുക്ക് ഇഷ്ടംമാതിരി കാപ്പിയുടെ കമ്പ് കിടക്കും. അതുകൊണ്ട് ഞാൻ കാപ്പിക്കുരു പറിച്ചപ്പേ ആവശ്യമില്ലാത്ത കമ്പൊക്കെ വെട്ടിക്കളഞ്ഞതിൻ്റെ കമ്പ് കിടന്ന് അതൊക്കെ ഞാൻ കുത്തി കൊടുത്തു. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. നമ്മുടെ ബീൻസിൻ്റെയൊക്കെ വിത്തേ പുതിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീൻസിൻ്റെയൊക്കെ വിത്ത് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതിയേ. ഈ തണ്ടൊക്കെ ഇങ്ങോട്ടൊന്ന് കയറ്റി വിടും. നമ്മുടെ ഈ വള്ളിയെ കൂടെ പെട്ടെന്ന് അങ്ങ് കയറി പൊക്കോളും. ഈ കമ്പ് കുത്തിയാലുള്ള പാട് നമ്മൾ കുഞ്ഞോതെല്ലാം ചെയ്യുമ്പോൾ കണ്ണിൽ കൊള്ളുമെന്ന് ശ്രദ്ധിച്ചു. ഞാൻ വിത്ത് ഓൺലൈനിൽ ഓർഡർ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഞാൻ സവോളയുടെ വിത്ത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തി. അതുപോലെ ക്യാബേജിൻ്റെ വിത്ത്. പക്ഷേ അതിലൊരു വിത്ത് പോലും എനിക്ക് മുളച്ച് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആര് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ നമ്മൾ ഓരോ ഇതിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ തന്നെ. അപ്പോൾ നമുക്ക് ഇത്രയും ഇവിടെയൊക്കെ നല്ല വിത്തുകളുണ്ട്. പയറിൻ്റെയും ബീൻസിൻ്റെയും നിത്യവഴുതന അങ്ങനെ എല്ലാത്തിൻ്റെയും കിട്ടും. അപ്പം നമ്മൾ നല്ല വിത്ത് കൊടുത്ത് വീട്ടമ്മമാർ നല്ല എല്ലാവർക്കും ഒരു ചെറിയ പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ടാക്കി എടുക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആ ഒരു ഒറ്റ ഇതിലായിട്ട് ഞാൻ ഈ വിത്ത് ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് തന്നെ. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. നമുക്ക് അത്യാവശ്യം പച്ചക്കറി സാധനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പലരും ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഇങ്ങനെ വരുത്തി. ഇപ്പോൾ എൻ്റെ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് തന്നെയാണ് സംഭവിക്കണം. കാരണം എന്ന് വെച്ചാൽ അത് മുളയ്ക്കില്ല. അതെന്താ മുളയ്ക്കില്ലാത്തതിൻ്റെ കാരണം എന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ സവോളയും വാങ്ങിച്ചു, ക്യാബേജും വാങ്ങിച്ചു. എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു എന്നാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വിത്തുണ്ടല്ലോ, അപ്പം കുറച്ച് ഇങ്ങനെ കൃഷി ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് ഒരു ചെറിയ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് കൊടുത്തേക്കാം. ആ ഒരു ഇതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ വിത്ത് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തേക്കുക. നമുക്ക് 1 വീക്കിനുള്ളിൽ 1 വീക്കൊന്നും ആവശ്യമായിട്ട് വന്നില്ല കേട്ടോ. പലരും നേരത്തെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ആവശ്യമുള്ളവരെ. ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് പയറുണ്ട്, ബീൻസുണ്ട്, നിത്യവഴുതന ഒന്നും വേണ്ട വിത്ത്, പിന്നെ ഇത് ചതുരപ്പയറുണ്ട്, പിന്നെ വഴുതനയുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പുതിയ ബീൻസൊക്കെ കണ്ടോ, പൂവിട്ട ബീൻസ് കായ്ച്ചു തുടങ്ങി കേട്ടോ. ഒത്തിരി താമസമില്ല. ഇത് ബീൻസ് പെട്ടെന്ന് ഉണ്ടായി വരും കേട്ടോ. നമ്മുടെ വലയിലൊക്കെ കയറി തുടങ്ങി കായ്ച്ചു തുടങ്ങി. അവിടെയൊക്കെ ഉണ്ടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇത് കായ്ച്ച് നമുക്ക് കറിക്കുള്ളതായിട്ട് ഞാൻ അങ്ങനെ മാറിയാണ്. അവിടത്തെ പോകുമ്പോഴത്തേക്ക് ഇവിടെ നടും, ഇവിടത്തെ പോകുമ്പോഴത്തേക്ക് അവിടെ നടും. അങ്ങനെ. അപ്പോൾ അതാ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട്. ഈ ചതുരപ്പയർ എന്നാന്ന് പലരും ചോദിക്കേണ്ട കേട്ടോ. ഇതാണ് ചതുരപ്പയർ. കണ്ടോ, ഈ കിടക്കും ഇതാട്ടോ ചതുരപ്പയർ. അതിൻ്റെ വിത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതെന്താ സാധനം എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തന്നാണ്. നമ്മുടെ വാളഞ്ഞ എത്ര പറിക്കാറായി കിടക്കുന്നുണ്ട്. പറിക്കണം, വിത്തിനിടണം. പലരും ചോദിച്ചിട്ടുണ്ട്. പലരും പറഞ്ഞു. ഞാനിവിടെ വാളങ്ങ എന്നോട്ടാ പറയണം, വാളരി എന്ന് പറയുന്നുണ്ട്. ആ വാളരി ഇതും സെയിം ആണോ എന്ന് എനിക്കറിയത്തില്ല.
നമ്മുടെ തക്കാളിക്കൊക്കെ മാക്സിമം കായ്ച്ചു കൂട്ടാം. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻസിലിടാനും മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, അടുത്ത അടിപൊളി വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.